ഓൾറെഡി ഏകദേശമായിട്ടുണ്ട്. നമുക്ക് പിന്നീട് പറയാം. അല്ല, അത് നമുക്ക് ആലോചിക്കാം. അല്ല, നോക്കൂ, കളി ഇവിടെ നടക്കുകയല്ലേ. അപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായി ഉള്ള സ്ഥലം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. യെസ്, അതാണ്. അല്ല, അത് തന്നെ, അതാണല്ലോ ഈ ഫാൻ ഷോ എന്ന് പറഞ്ഞത്. അത് പിന്നെ പോലീസുമായി ആലോചിച്ച് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫീൽഡാണ്, ഈ കളിക്കാർക്ക് പരിക്ക് പറ്റാതിരിക്കാൻ. അപ്പോൾ അത് ഏറ്റവും നല്ല ഫീൽഡ് നമുക്ക് കൊച്ചിയിലെ ഫീൽഡ് നല്ലതാണ്. അപ്പോൾ അവിടെ ഇനി ഈ പുല്ലൊക്കെ മാറ്റി പുതുതായി ചെയ്യേണ്ടതുണ്ട്. ആ പണി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സീറ്റുകൾ, ഇപ്പോൾ കേടുവന്ന സീറ്റുകൾ, അതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. അതൊരു മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, എവറിത്തിങ് സീറ്റിങ് ഇപ്പോൾ അത് NIT അവരത് പരിശോധിക്കട്ടെ. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കും. NITയുടെ റിപ്പോർട്ട് PWD പരിശോധിച്ച്, PWDയും അതോടൊപ്പം തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവരും GCDയുടെ എഞ്ചിനീയറിംഗ് അവരും കൂടി ഇരുന്നാണ് നമുക്ക് എത്രയാണ് മാക്സിമം അവിടെ ഉൾക്കൊള്ളാൻ കഴിയുക. അതേപോലെ അത്രയും ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ല, അത് വരട്ടെ. ഇത് നമ്മളേറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മെസ്സി പോലുള്ള അർജന്റീൻ ടീമിനെ കാണുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഫ്രണ്ടിലെ മാർച്ചിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഫാൻ മീറ്റിനാണ്. അതാണ് പ്രാക്ടിക്കലായുള്ള കാര്യം. 100%. പിന്നെ ശരി, നമുക്കത് പിന്നെ എന്നാലും സുരക്ഷാ പ്രശ്നങ്ങൾ അല്ല, അത് തന്നെ. അത് ഈ അവിടെ ഷോപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് അവരുമായി സംസാരിച്ച് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കും. അതന്നും നമ്മൾ ചെയ്തത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സുരക്ഷ കൃത്യമായി തന്നെ അതിനാവശ്യമായുള്ള നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പൂർണ്ണമായി നമുക്ക് ഇത്തവണ ഉപയോഗിക്കണം. അല്ല, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. NITയുമായി അതിൻ്റെ പരിശോധന പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചർച്ചകളാണ്. അല്ല, അതൊക്കെ കുറേയൊക്കെ അത് ഞങ്ങൾ പരിശോധിച്ചു. അത്തരത്തിൽ സംഭവമൊന്നും ഉണ്ടായി. അത് ചെറിയൊരു സാധനം വന്ന് അത്ര വലിയ കാര്യമല്ല. ഞങ്ങളത് പരിശോധിച്ചു. ഇപ്പോഴും അത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ GCD ഒരു നോക്കി. അത് അത്ര വലിയ കാര്യം, അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നും പരിശോധിക്കാതെ നമ്മൾ ഇതൊക്കെ ചെയ്യും. അതും കൂടി ശരി.